നമസ്കാരം. അന്നപൂർണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നമ്മളെയൊക്കെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. നമ്മളെപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ യോഗ ചെയ്യാനിരിക്കുമ്പോൾ എപ്പോഴാണ് നമ്മളൊന്ന് സ്വസ്ഥമായിരിക്കുന്നത്? അപ്പോഴേക്ക് നമ്മുടെ മനസ്സിലിങ്ങനെ നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾക്ക് വരാറുണ്ടോ? എങ്ങനെ ഈ നെഗറ്റീവ് ചിന്തകളെ നമുക്ക് അതിജീവിക്കാം? എന്തുകൊണ്ടാണ് നമുക്ക് ഈ നെഗറ്റീവ് ചിന്തകൾ വരുന്നതെന്ന് അറിയാമോ? നമ്മളെ കുറേ വീട്ടമ്മമാർക്കും സാധാരണക്കാർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത്. അവരിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയം അവർക്ക് കുറവാണ്. എല്ലാ ജോലികളും ഒതുക്കി, അല്ലെങ്കിൽ എല്ലാ പണികളും ഒതുക്കിയിട്ട് നമ്മൾ ഓടി വന്നിട്ടാണ് ചിലപ്പോൾ യോഗയ്ക്ക് ഇരിക്കുന്നതോ, അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാനിരിക്കുന്നതോ ഒക്കെ. അപ്പം നമ്മുടെ മനസ്സിങ്ങനെ റിലാക്സ് ആയി വരുമ്പോൾ, അല്ലെങ്കിൽ മനസ്സാണല്ലോ നമ്മുടെ പ്രധാന ഒരു ഒരു എന്താ പറയണ്ടേ, ഒരു വിനിമയ ഉപാധി. നമ്മുടെ മനസ്സ് എത്താത്തതായി ഒരു സ്ഥലവും ഇല്ല. എവിടെയെങ്കിലും നമ്മുടെ മനസ്സ് ഉറച്ചു നിൽക്കാറുണ്ട്? എപ്പോഴും ഇങ്ങനെ പാറി പറന്ന് നിൽക്കും. ഉറച്ചു നിൽക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ പേർക്കും കൂടുതൽ ചിന്തകളും വരുന്നത് നെഗറ്റീവായിട്ടായിരിക്കും ആദ്യം നമ്മൾക്ക് വരുന്നത്. നമുക്ക് ദോഷം വരും, അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ദോഷങ്ങൾ വരും. ഇത് പ്രാർത്ഥനയിലൂടെ എങ്ങനെ മാറ്റാം? ഇത് എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മസ്തിഷ്കം നെഗറ്റീവ് കാര്യങ്ങൾ അധികം ഓർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഒരു ദിവസം മുഴുവൻ 100 നല്ല കാര്യങ്ങൾ സംഭവിച്ചാലും നമ്മളത് ഓർത്തിരിക്കാറുണ്ടോ? ഇല്ല. ഒറ്റ മോശ സംഭവം മാത്രം മനസ്സിൽ കുടുങ്ങി നിൽക്കും. ആ മോശ സംഭവത്തെ തുടർന്ന് പിന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് മുഴുവനും മോശപ്പെട്ട ചിന്തയായിരിക്കും. നെഗറ്റീവ് ബേസ് ആണ് നമ്മുടെ ബ്രെയിനിലെ ഒരു സ്വാഭാവികമായ പ്രവണത. ആ നെഗറ്റീവ് ബേസിനെ നമുക്ക് മാറ്റിയെടുത്ത് നമുക്ക് പോസിറ്റീവ് ആക്കണം. നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ മാത്രം വരുത്തണം. അതിന് നമുക്ക് ഭഗവാന്റെ പാദങ്ങൾ പിന്തുടർന്ന്, ഭഗവാന്റെ നാമങ്ങൾ പിന്തുടർന്ന് എങ്ങനെ നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് ആക്കി എടുക്കാം? എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്? ആദിമ മനുഷ്യർക്ക് ജീവൻ രക്ഷിക്കാൻ ഭീഷണികൾ വേഗത്തിൽ തിരിച്ചറിയാം. അതിനാൽ നെഗറ്റീവ് അനുഭവങ്ങൾ കൂടുതൽ ശക്തിയായി മസ്തിഷ്കത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇത് ഇന്ന് വരെ നമ്മുടെ ബ്രെയിനിൽ തുടരുന്നു. എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയാമോ? 10 പേര് നമ്മളെ പ്രശംസിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് 10 പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായാലും, ഒരൊറ്റ വിമർശനം, അല്ലെങ്കിൽ ഒരാൾ നമ്മളെപ്പറ്റി മോശം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരൊറ്റ വിമർശനം മതി നമുക്ക് നമ്മുടെ ആ ഒരു സന്തോഷം മുഴുവനും കട്ട് ചെയ്തു പോകാൻ. ഒരു 10 പ്രശംസ എന്ന് പറയുന്നത് ഒരു വിമർശനത്തിന്റെ ശക്തിക്ക് തുല്യമാണ്. നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സന്തോഷ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്? വല്ലതും നമ്മളപ്പോൾ ഓർക്കാറുണ്ടോ? 100 സന്തോഷ നിമിഷങ്ങൾ, ഒരൊറ്റ ദുഃഖ നിമിഷം മതി. ഒരാൾ നമ്മളെ ദുഃഖിപ്പിച്ചാൽ മതി. 100 പേര് സന്തോഷിപ്പിച്ചൊന്നും നമ്മൾ ഓർത്തിരിക്കാറുണ്ടോ? നിങ്ങൾ ഓർത്തിരിക്കാറുണ്ടോ? 100 പേര് നമ്മളെ എന്തെങ്കിലും സന്തോഷമായിട്ട് നമ്മളോട് പറഞ്ഞത്, അല്ലെങ്കിൽ സ്നേഹമായിട്ട് പറഞ്ഞത് ഒന്നും നമ്മൾ ഓർത്തിരിക്കാറില്ല. ഒരാൾ ആ സമയത്ത് നമ്മളോട് ദുഃഖിപ്പിച്ചതോ, നെഗറ്റീവ് പറഞ്ഞതോ, നിങ്ങളെ വിമർശിച്ചതോ ഒക്കെ നമ്മൾ ഓർത്തിരിക്കും. അത് നമ്മളെ ആ ഒരൊറ്റ ദുഃഖ നിമിഷം മതി, അല്ലെങ്കിൽ ആ ഒരൊറ്റ ഒരാളെ നമ്മൾ മരണം വരെ ഓർത്തിരിക്കും. ഈ 100 പേര് നമ്മളെ സന്തോഷിപ്പിച്ചത് നമ്മൾ ഓർത്തിരിക്കുമോ? ഇല്ല. അതാണ് നമ്മുടെ ഒരു മസ്തിഷ്കത്തിന്റെ ഒരു പ്രധാന ഒരു പ്രത്യേകത. ഒരു ചെറിയ അപമാനമാണ്, ഒരു ചെറിയ അപമാനം പോലും നമ്മുടെ മനസ്സിൽ ദിവസങ്ങളോളം, മാസങ്ങളോളം ഒരു മുറിവായി തുടരുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. ഓവർ തിങ്കിങ്. നമ്മൾ അമിതമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആൻസൈറ്റി. എന്താണ് ഇനി നമുക്ക് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെ സംഭവിക്കുമോ? അത് സംഭവിക്കുമോ എന്നല്ല, നമുക്ക് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ തന്നെയാണ് നമ്മുടെ മൈൻഡ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ട്, മനസ്സ് ആ ലോകത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. നമ്മൾ കടുത്ത ഡിപ്രഷനിലേക്ക്, നിരാശ ബാധിച്ച്, അവരങ്ങനെ പറഞ്ഞല്ലോ, ഇവരങ്ങനെ പറഞ്ഞല്ലോ, ഇനി നമ്മുടെ ജീവിതം തകർന്നു പോകും, തകർന്നു എന്ന് തന്നെ കരുതി നമ്മൾ കടുത്ത ഡിപ്രഷനിലേക്ക്, ആ ഒരു സാങ്കല്പിക ലോകത്തേക്ക് നമ്മുടെ മനസ്സ് നമ്മളെ കൊണ്ടുപോകും. പിന്നെ സെൽഫ് ഡൗട്ട്. നമുക്ക് നമ്മളെ തന്നെ ഭയങ്കര സംശയമാണ്. എന്നെക്കൊണ്ട് പറ്റില്ല, എന്നെക്കൊണ്ട് കഴിയില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മളിങ്ങനെ നിരന്തരമായി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ആ ഒരു നമ്മളിൽ തന്നെയുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായ, അല്ലെങ്കിൽ ഏറ്റവും ദോഷമായി നമ്മളെ ചിന്തിക്കുന്ന കാര്യം. അതുപോലെ നെഗറ്റീവ് സെൽഫ് ടാഗ്. അത് നെഗറ്റീവ് മാത്രം നമുക്ക് പറയാൻ പറ്റും. അതായത് എനിക്കത് കഴിയില്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഈശ്വരൻ അതൊന്നും സാധിച്ചു തരില്ല, എൻ്റെ കൂടെ ഈശ്വരനില്ല എന്നൊക്കെ നമ്മൾ പറയും. എന്തുകൊണ്ടാണ്? ഈ നെഗറ്റീവുകളാണ് നമ്മളെ ഇതുകൊണ്ടൊക്കെ പുറത്ത് പറയിപ്പിക്കുന്നത്.
നമുക്കിങ്ങനെ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? നമുക്കതിൽ നിന്നൊക്കെ പുറത്തു വരണ്ടേ? നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇന്ന് ഈശ്വരനിലൂടെ പ്രാർത്ഥിക്കുക? നിങ്ങൾ ഏത് ദൈവത്തെ പ്രാർത്ഥിച്ചോട്ടെ, നിങ്ങൾ ആരാധിക്കുന്ന മൂർത്തി ഏതുമായിക്കൊള്ളട്ടെ, ആ മൂർത്തിയെ നിങ്ങൾ സ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ മൂർത്തിയെ നമ്മളെല്ലാം അർപ്പിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് പുറത്തു വരണ്ടേ? ഇതിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഒരു സാധാരണ ഒരു വ്യക്തിക്ക് നമുക്ക് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റില്ല. 3 ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് വരും. അതായത് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എന്താണെന്ന് അറിയാമോ? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ ഇപ്പം നീ വന്ന കാലത്ത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമുക്ക് ദൈവത്തിനിൽ അർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈശ്വരനിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനിൽ ഏതാണോ അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് എങ്ങനെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം? നിങ്ങൾ ദിവസേന 3 കാര്യങ്ങൾ എഴുതണം. ഏതാ നെഗറ്റീവ് കാര്യങ്ങളാണോ നിങ്ങൾ എഴുതേണ്ടത്? നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് മുൻപായിട്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് ഒരു ദിവസം കുറച്ച് സമയത്തേക്ക് നിങ്ങൾ ഒരു 5 മിനിറ്റ് മതിയല്ലോ, ഒരു 3 നല്ല കാര്യങ്ങൾ ചെയ്താൽ മതി. 3 നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതിന്, ഈശ്വരൻ എനിക്കിന്ന് 3 നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് എഴുതുക. ഈ എഴുതാൻ സമയമില്ലാത്തവർക്കും എഴുതാൻ കഴിയാത്തവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതല്ല, നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴായിരിക്കും, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ചിന്തിക്കാമല്ലോ. ഇന്ന് എൻ്റെ ലൈഫിൽ 3 നല്ല കാര്യങ്ങൾ, ആ 3 നല്ല കാര്യങ്ങൾ എന്താണ് എന്ന് അന്ന് നിങ്ങൾക്ക് സംഭവിച്ച ഒരു മോശം കാര്യവും നിങ്ങൾ ചിന്തിക്കരുത്, അല്ലെങ്കിൽ അത് എഴുതി വെക്കരുത്. നിങ്ങൾക്ക് സംഭവിച്ച നല്ല കാര്യം മാത്രമേ നിങ്ങൾ ചിന്തിക്കാവൂ, അല്ലെങ്കിൽ എഴുതാവൂ. അത് ഈശ്വരനെ സഹായിച്ച് എനിക്ക് ഇന്ന് നല്ല 3 കാര്യങ്ങൾ സംഭവിച്ചു, എൻ്റെ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിച്ചു. നമുക്ക് ഭക്ഷണം കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കാര്യം. നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയല്ലോ, ഈശ്വരൻ എനിക്ക് ഭക്ഷണം തന്നു, ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം തന്നു, എനിക്ക് സന്തോഷത്തോടു കൂടി കഴിക്കാൻ പറ്റി എന്ന് എഴുതാമല്ലോ. അതായത് ഒരു മോശം ചിന്ത വരുമ്പോൾ ചോദിക്കണം നമ്മുടെ മനസ്സിലേക്ക്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മനസ്സിലേക്ക് ഒരു മോശം ചിന്ത, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. എനിക്ക് ആപത്ത് സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞു എന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമ്പോൾ, ഇത് 100% സത്യമാണോ എന്ന് നമുക്ക് ചോദിക്കണം. ഇത് 100% സത്യമല്ല, ഇതൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഒരു ഇമാജിനേഷനാണ്. എനിക്ക് മോശം സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. ഇത് സത്യമാണോ? ഞാൻ വിശ്വസിക്കുന്ന, എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ ഈശ്വരൻ എന്നോട് ഇങ്ങനെ പെരുമാറുമോ? ഇല്ല, ഒരിക്കലുമില്ല. എനിക്ക് ഒരു ദോഷവും ഈശ്വരൻ വരുത്തില്ല. ഇത് ഒരിക്കലും സത്യമല്ല. 100% അദ്ദേഹം എനിക്ക് നല്ലത് മാത്രമേ തരികയുള്ളൂ. എൻ്റെ ദൈവം അല്ലെങ്കിൽ ദേവി എനിക്ക് നല്ലത് മാത്രമേ തരികയുള്ളൂ, എൻ്റെ ഭഗവാൻ എനിക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരും. അതുപോലെ നല്ല ഓർമ്മകൾ മനസ്സിൽ വീണ്ടും വീണ്ടും പ്ലേ ചെയ്യണം. പോസിറ്റീവ് മെമ്മറി റിഹേഴ്സൽ, നല്ല പോസിറ്റീവായിട്ടുള്ള മെമ്മറി എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങളിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്, വ്രതങ്ങൾ എടുത്തത്, അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ, അതൊക്കെ നിങ്ങളുടെ മനസ്സിലെ നല്ല ഓർമ്മകളല്ലേ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസം പോകുന്ന ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് മനസ്സുകൊണ്ടൊരു പ്രദക്ഷിണം വെച്ചുകൂടെ? നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ആ മൂർത്തിയെ സ്മരിച്ചുകൂടെ? നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ആ മൂർത്തിയെ തൊഴുത്, മനസ്സുകൊണ്ട് സ്മരിച്ച്, മനസ്സുകൊണ്ട് ആ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ച് അദ്ദേഹത്തിന് പൂക്കൾ അല്ല അർച്ചന കൊടുത്ത് നമുക്ക് സമാധാനമായി ഇരുന്നുകൂടെ? നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നമ്മൾ എന്താണ് ആവർത്തിച്ച് ചിന്തിക്കുന്നത്, നമ്മൾ പിന്നെയും എന്താണ് ചിന്തിക്കുന്നതെന്ന് അനുസരിച്ചാണ് നമ്മുടെ ബ്രെയിൻ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ബ്രെയിനിന് പ്രത്യേകമായി പ്രവർത്തിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മുടെ ബ്രെയിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മോശം കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ മോശം വഴിയിൽ കൂടെ തന്നെ പോകും. നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈശ്വരൻ അല്ലെങ്കിൽ ബ്രെയിൻ നല്ല വഴിയിലേക്ക് തന്നെ നയിക്കും. അതിന് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശത്രുവും മിത്രവും. മനസ്സ് ശത്രുവല്ല, ശരിയായി പരിശീലിപ്പിച്ചാൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത്. വേറെ ആരെങ്കിലും നമ്മുടെ സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. പക്ഷെ നമുക്ക് മനസ്സിനെ വിശ്വസിക്കാം. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൺട്രോളിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തപ്പെടാൻ പറ്റാത്തതായിട്ടുള്ള ഒരു മേഖലയുമില്ല. നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിച്ച് എങ്ങനെ മനസ്സിനെ ഡെവലപ്പ് ചെയ്ത് മനസ്സിനെ സ്വസ്ഥമാക്കി നമുക്ക് ഈശ്വരനിലേക്ക് എത്താൻ, അതായത് നമ്മുടെ നെഗറ്റീവ് ചിന്തകളെല്ലാം വെടിഞ്ഞ് നമുക്ക് ഈശ്വരനിൽ കൂടി നമുക്ക് പോസിറ്റീവിലേക്ക് പോകാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളോട് ഷെയർ ചെയ്ത്
തന്നത്. നിങ്ങൾക്ക് അനാവശ്യമായി നിങ്ങൾ വിഷമിക്കുന്നെങ്കിൽ അവരുടെ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. അനാവശ്യമായുള്ള ചിന്തകൾ മാറ്റിയെടുക്കാൻ നിങ്ങളിത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്തൊക്കെയാണെന്നറിയാം? ആദ്യമായി മൂന്ന് കാര്യമുള്ളൂ. നിങ്ങൾ നടക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ സ്വസ്ഥമായി ഇരിക്കാൻ, അത് നാമം ചൊല്ലുന്നതിന് മുമ്പ് വൈകുന്നേരം നമ്മൾ നാമം ചൊല്ലുമല്ലോ. നാമം ചൊല്ലുന്നതിന് പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ. 3 കാര്യങ്ങൾ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. 3 കാര്യങ്ങൾ, അതായത് 3 നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയോ എഴുതുകയോ ചെയ്യുക. ഈശ്വരൻ നമുക്ക് ഇന്ന് 3 അനുഗ്രഹങ്ങൾ തന്നു. അതെന്തൊക്കെയാണെന്ന് ചിന്തിക്കുകയോ എഴുതുകയോ ചെയ്യുക. പിന്നെ നെഗറ്റീവ് ചിന്ത വരുമ്പോൾ തന്നെ, എപ്പോഴാണ് നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്ത വരുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ സംസാരിക്കുക നിങ്ങളുടെ മനസ്സിനോട്, ഇത് 100% സത്യമല്ല. ഒരിക്കലും എൻ്റെ ഈശ്വരൻ, അല്ലെങ്കിൽ എൻ്റെ ഭഗവാൻ, അല്ലെങ്കിൽ എൻ്റെ അമ്മ, അല്ലെ ദേവി എനിക്കിങ്ങനെ ഒരു മോശം കാര്യം സംഭവിപ്പിക്കില്ല. എൻ്റെ ദേവി എന്നെ നോക്കാൻ ഇരിപ്പുണ്ട്. ഒരിക്കലും അങ്ങനെയുള്ള ചിന്തകളിലേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ല. എനിക്കങ്ങനെയുള്ള ദോഷങ്ങളോ മോശങ്ങളോ ഒന്നും വരത്തില്ല. പിന്നെ പോസിറ്റീവ് മെമ്മറി റിഹേഴ്സൽ, നല്ല ഓർമ്മകൾ മനസ്സിൽ വീണ്ടും വീണ്ടും പ്ലേ ചെയ്യുക. അതാണ് 3ാമത്തെ ഒരു ടിപ്സ് എന്ന് പറയുന്നത്. എപ്പോഴും മനസ്സിൽ നല്ല ഓർമ്മകൾ, ക്ഷേത്രത്തിൽ പോയതോ അങ്ങനെ നിങ്ങൾക്ക് എന്താണോ നല്ല ഓർമ്മകൾ അത് മാത്രം റിഹേഴ്സൽ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റില്ല. അത് ഒരു മോശം അനുഭവം, നമ്മളെ ആരെങ്കിലും അനാവശ്യമായി വഴക്ക് പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തിയതോ ഒറ്റപ്പെടുത്തിയതോ ഒന്നും നിങ്ങൾ ഓർക്കണ്ട. നമ്മളെ ഒരു വിമർശനങ്ങളും നമ്മളെ ഓർക്കണ്ട. നമ്മൾ ഈശ്വരനിൽ ചിന്തിച്ച, ഈശ്വരൻ്റെ മുഖം മാത്രം ചിന്തിച്ച്, അല്ലെങ്കിൽ നമുക്ക് ദൈവം അടുത്ത് തരാൻ പോകുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്ത് മാത്രം ജീവിക്കുക. ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൺട്രോളിലാവും. അത് നമ്മളെ നല്ല നേരായ വഴിക്ക് ചിന്തിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.